വീട്ടമ്മമാർക്ക് എപ്പോഴും ഉള്ള ഒരു ടെൻഷനാണല്ലേ, ഏത് കറി ഉണ്ടാക്കും, എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണത് കേട്ടോ. ഒരു പാനിൽ കുറച്ച് എണ്ണ ഏത് യൂസ് ചെയ്യണം എടുക്കുക. അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഒരു സ്പൂൺ കുരുമുളക്, ദെൻ ചുവന്ന മുളക്. എരിവൊക്കെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക, ഒരു അര സ്പൂൺ ഉഴുന്നും കൂടി ഇടുക, കുറച്ച് കായം കൂടി ഇടുക. എല്ലാം കൂടി ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്യുക. വേണമെന്നുള്ളവർക്ക് ഇതിൽ ഒരു പൊട്ട് നാളികേരം കൂടി ഇടാം കേട്ടോ, ഇല്ലെങ്കിലും നന്നായിരിക്കും. ഓക്കെ, എല്ലാം കൂടി നല്ലതായിട്ട് ഫ്രൈ ചെയ്ത ശേഷം അതിനെ ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കുക കേട്ടോ. അതിനെ വെള്ളം വേണം, അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഒരു ഉരുള പുളി കൂടി വെള്ളം കലക്കി വെക്കുക കേട്ടോ. പുളിവെള്ളവും അരച്ചതും കൂടി കലക്കി വെക്കുക കേട്ടോ. ഈ കറി നമ്മൾ തമിഴ്നാട്ടിൽ പോയ എല്ലാ ഹോട്ടലിലും ഉച്ചയൂണിനുണ്ടാവും കേട്ടോ. വത്തക്കുഴമ്പാണ്. ഓക്കെ, വീണ്ടും അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം കടുക് പട്ട എന്ന് പൊട്ടി അതിലേക്ക് നമ്മൾ ചുവന്ന മുളക്, ദെൻ കറിവേപ്പില, ദെൻ അതിലേക്ക് ഒരു സ്പൂൺ കായം കൂടി വീണ്ടും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് മറ്റേ വഴുതനങ്ങ കൊണ്ടാട്ടമാണ്. ഇതിൽ നമ്മൾ വഴുതനങ്ങ കൊണ്ടാട്ടം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക, അല്ലെങ്കിൽ മണത്തങ്കാളി, അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് ഒന്നുമില്ലെങ്കിൽ ഇതെല്ലാം വെച്ചിട്ട് ഈ കറി തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏത് ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ ഈ അരച്ച പേസ്റ്റും പുളിവെള്ളം ചേർത്തിയ പേസ്റ്റ്, ദെൻ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒരു സെക്കൻഡ് തിളച്ചാൽ മതി. അത് പെട്ടെന്ന് കുറുകി നല്ല കറിയുടെ രൂപത്തിലാവും. ഓക്കെ, സോ നമുക്ക് വേഗം ചുരുങ്ങിയ സമയം കൊണ്ട് അടിപൊളിയായിട്ട് ഈ കറി തയ്യാറാക്കാം. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു പപ്പടം മാത്രം ഉണ്ടെങ്കിൽ മതി. ഓക്കെ, അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം, അത് നിങ്ങൾക്ക് തീരുമാനിക്കുക. അതിൽ വേണമെങ്കിൽ കുറച്ച് അഡീഷണലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ വെല്ലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ ഉപ്പും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത് നല്ല അടിപൊളി ഒരു കറിയാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഇടൂ, ഒപ്പം വിമർശനങ്ങളും ഇടുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ലാസ്റ്റ് മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, സോ ഹാപ്പി കുക്കിംഗ്.